അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജയിച്ചതിനെ തുടർന്ന് നിരവധി മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാനഡയ്ക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. അമേരിക്കയുടെ മറ്റൊരു സംസ്ഥാനമായി കാനഡയെ ചേർക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. എന്താണെങ്കിലും അതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന നിലയ്ക്ക് ഇപ്പോൾ പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്നുള്ള തുടർച്ചയായ സാമ്പത്തിക പിന്തുണയും സൈനിക സംരക്ഷണവും ഇല്ലാതെ ഒരു രാജ്യമെന്ന നിലയിൽ കാനഡയ്ക്ക് നിലനിൽപ്പില്ലെന്ന ഭീഷണി ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയായിരുന്നു. ഞായറാഴ്ച എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ കാനഡ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി ചേരുമെന്ന തന്റെ ആശയത്തെ വീണ്ടും ട്രംപ് എടുത്തു കാണിക്കുകയും ചെയ്തു. എന്നാൽ കാനഡ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാനഡ സൈന്യത്തിന് വലിയ വില നൽകുന്നില്ലെന്നും അവർ അധികം പണം നൽകാത്തതിന്റെ കാരണം തങ്ങൾ അവരെ സംരക്ഷിക്കുമെന്ന് അവർ കരുതുന്നതാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. മാത്രമല്ല നാറ്റോയിൽ കാനഡ അവരുടെ സൈനിക വിഹിതം നൽകുന്നില്ല എന്നും ട്രംപ് ആരോപിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, അമേരിക്ക കാനഡയ്ക്ക് പ്രതിവർഷം ഏകദേശം $200 ബില്യൺ സബ്സിഡി നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സബ്സിഡി അമേരിക്ക നിർത്തിയാൽ ഒരു രാജ്യമെന്ന നിലയിൽ അതിന്റെ നിലനിൽപ്പിന് ചോദ്യചിഹ്നമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കയുടെ സംസ്ഥാനമായി കാനഡ ചേർന്നു കഴിഞ്ഞാൽ അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാനമാകുമെന്നും ട്രംപ് പറയുന്നു. ട്രംപിന്റെ പദ്ധതികൾ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് തനിക്ക് തോന്നുന്നതെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 1 അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും സംബന്ധിച്ച ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ട്രംപ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് ഏകദേശം 25% തീരുവയും ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് മറുപടിയായി കാനഡ അമേരിക്കൻ നിർമ്മിത വസ്തുക്കൾക്ക് 25% പ്രതികാര തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ കാനഡയ്ക്ക് മേൽ താരിഫ് നടപ്പാക്കുന്നത് താൽക്കാലത്തേക്ക് അമേരിക്ക നിർത്തിവച്ചിരിക്കുകയാണ്.